അതേപോലെ നമ്മൾ ഈ പണ്ടത്തെ വണ്ടിക്ക് ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സോസ്റ്റ് ഏതാണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ മൗത്തുള്ളതാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ടോ ഇത് ഇത്രയേ ഉള്ളൂ. ഈ പുതിയ ഇപ്പോഴത്തെ മിനി പഞ്ചാബ്, ഇത് മിനി പഞ്ചാബ് ചെറിയ മൗത്തുള്ള, അതായത് അതിൻ്റെ ഡയമീറ്റർ ഭയങ്കര ചെറുതായിരിക്കും. ഈ ഡയമീറ്റർ ചെറുതായുള്ളൊരു നമ്മുടെ ആ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഷാർപ്പായിട്ട്, അതായത് എന്താ പറയുന്നത്, ഒരു ബേസ് കുറവായിരിക്കും പക്ഷെ നല്ല ഷാർപ്പായിരിക്കും. പക്ഷേ അതേപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ ഇപ്പം, അതായത് ഈ അത്യാവശ്യം വലുതാണെങ്കിൽ അത് ഭയങ്കര ബേസ് ആയിരിക്കും. ബേസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പം വണ്ടി ഡീസിലറേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അത് നമുക്ക് നല്ല, അതായത് വേറൊരാളുടെ കേൾക്കുന്ന ഒരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ബേസായിട്ട് ഇങ്ങനെ കേൾക്കുന്നതാണ്. നമ്മളതിനകത്ത് പ്രത്യേകിച്ച് റെവ് ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല. ഇത് കൂടുതലും എന്താ പറയുന്നത്, നമ്മൾ ഈ റെവ് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഒരു ഗുണം അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇങ്ങനത്തെ സൗണ്ട് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഈ എന്താ പറയുന്നത്, ഈ ഷാർക്ക് പോലത്തെ, അതായത് ഫുള്ള് ബേസ്, അതായത് ബീറ്റ് ഒഴിവാക്കിയിട്ട് ബേസ് മാത്രം ഉള്ളതാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനത്തെ എക്സോസ്റ്റ്, ഈ ചെറിയ ഡയമീറ്ററുള്ള എക്സോസ്റ്റ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ വലിയ ഡയമീറ്റർ ഉള്ളതാണ് പാട്. അത് നമ്മൾ ഈ കസ്റ്റം ഫാബ്രിക്കേഷനൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടുമായിരിക്കും. അത് ഇങ്ങനെ ഭയങ്കര റെയറാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഈ ഒരു ചെറിയ ഡയമീറ്ററിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് പക്ക ഓൾഡ് മോഡൽ, അതായത് ഓൾഡ് സ്കൂളിലായിട്ടുള്ള ബുള്ളറ്റിൻ്റെ അതേ സൗണ്ടാണ്. അതായത് ആ ഒരു ബേസിന് വലിയ പ്രാധാന്യമില്ല, ബീറ്റിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല പണ്ടത്തെ വണ്ടിക്കൊക്കെ ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റിലും കൂടെ പറഞ്ഞാൽ മതി.